വഴിതെറ്റി വന്നതാണ്. എനിക്ക് മെഡിസിൻ അഡ്മിഷൻ കിട്ടിയതായിരുന്നു. അപ്പോൾ ഞാൻ എൻട്രൻസിന് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ കസിൻ സിസ്റ്ററുണ്ട്, അവളുടെ ഫ്രണ്ടാണ് ഈ പടത്തിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ. അപ്പം ഇവർ ചുമ്മാതെ ഡിസ്കസ് ചെയ്തു എൻ്റെ പടം ഡയറക്ടറിന് അയച്ചു കൊടുത്തിട്ട് ഓഡിഷന് വേണ്ടി. അപ്പോൾ ഇവർ 3 മാസമായിട്ട് ഓഡിഷൻ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു പെൺപിള്ളേരെ. അപ്പോൾ എൻ്റെ പടം ശ്രീനാഥിനെ കണ്ടപ്പോഴത്തേക്കും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇഷ്ടപ്പെട്ട് ഓഡിഷന് വിളിച്ചിട്ട് ഓഡിഷന് അവർ കുറേ സീൻസ് തന്നായിരുന്നു സ്ക്രിപ്റ്റിൽ നിന്ന്. അങ്ങനെ ചെയ്തിട്ടാണ് പിന്നെ എന്നെ സിനിമയിലേക്ക് എടുത്തത്. എനിക്ക് സത്യമായിട്ടും പേടിയെന്ന് വെച്ചാൽ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുമെന്നായിരുന്നു. പക്ഷേ ക്യാമ്പും ആക്ടിങ് ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഇതിന് മുമ്പ്. ഒരു 3 മാസമൊക്കെ എല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് വെച്ച് ആക്ടിങ് ക്യാമ്പൊക്കെ ചെയ്തായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് ഡയലോഗ്സ് പഠിക്കാൻ പറ്റി. എന്നിട്ട് ശ്രീനാഥൻ പറഞ്ഞു സീൻസ് ഇങ്ങനെയൊക്കെ ചെയ്യണം, അങ്ങനെയൊക്കെ ചെയ്യണം. അപ്പം ക്യാമറയുടെ മുമ്പ് പേടിയെന്ന് അങ്ങനെ പറയാൻ പറ്റത്തില്ല. എനിക്ക് പ്രത്യേകിച്ച് പേടിയെന്ന് വെച്ചാൽ എൻ്റെ പെർഫോമൻസ് ആയിട്ട് എനിക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ ഇല്ലെന്നായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പേടി. ഇല്ല, വീട്ടിൽ അങ്ങനെ പ്രശ്നമില്ല. അമ്മയും അച്ഛനും എന്ത് ചെയ്താലും എനിക്കിഷ്ടമാണെങ്കിൽ അവരെന്ത് ചെയ്താലും അവർക്ക് അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അപ്പം ചോദിച്ചു നിനക്ക് ചെയ്യണമെങ്കിൽ ചെയ്തോ, വേണ്ടെങ്കിൽ വേണ്ടെന്ന് പറയും. ഇല്ല, ഇനി എന്തായാലും ഈ വർഷം എൻട്രൻസ് എഴുതുന്നുണ്ട്. അപ്പം മെഡിസിൻ ഈ വർഷം ഇനിയും ജോയിൻ ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു. അറിയത്തില്ല. അടുത്ത പടവും കിട്ടിയിട്ടുണ്ട്. അപ്പം സെപ്റ്റംബർ വരെ സമയമുണ്ട്. ബിക്കോസ് ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് മെഡിസിൻ ആ സമയത്ത് തുടങ്ങുന്നത്. അപ്പം ഈ വർഷം തന്നെ പോകണം, അത് അടുത്ത വർഷം പോകണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല. ഞാൻ എന്ന് വെച്ചാൽ സിനിമയിലോട്ട് വരണമെന്ന് താല്പര്യം വെച്ചല്ല. എനിക്ക് സിനിമ ഒത്തിരി ചെയ്യണമെന്നൊന്നും അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. എന്തായാലും കയറി അപ്പം നല്ല പടങ്ങൾ ചെയ്തിട്ട് പിന്നെ മെഡിസിന് പോകാൻ വേണ്ടിയാണ് ഇപ്പോൾ പ്ലാന്. അപ്പം അങ്ങനെ പണ്ടത്തെ പോലെ ഇങ്ങനെ പടം മാത്രം ചെയ്തുകൊണ്ടിരിക്കണമെന്നൊന്നും അങ്ങനത്തെ ആഗ്രഹമൊന്നുമില്ല. മെഡിസിൻ എന്ന് പറയുന്നത് എനിക്ക് കൊച്ചിലെ തൊട്ട് എപ്പോഴും മെഡിസിൻ വേണമെന്നായിരുന്നു. അച്ഛൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ സ്കൂളിൽ അവധിയാണെങ്കിലും എന്തുണ്ടാണെങ്കിലും എപ്പോഴും ഹോസ്പിറ്റലായിരുന്നു. അപ്പം കൊച്ചിലെ തൊട്ട് ഹോസ്പിറ്റലിൽ നിന്ന് എനിക്ക് പിന്നെ വേറൊരു എഡ്യൂക്കേഷൻ വൈസോ ഓക്യുപ്പേഷൻ വൈസോ എനിക്ക് ഡോക്ടർ മാത്രം ആവാൻ പറ്റുന്നുള്ള ചിന്താഗതിയിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ആ സമയത്തായിരുന്നു സിനിമ ഫീൽഡിൽ ഇതിങ്ങനെ വന്നത്. അപ്പോൾ സിനിമ എന്ന് പറയുമ്പോൾ ഒരു ആർട്ട് ഫോമാണ്, കലയാണ്. അപ്പം എനിക്ക് ചെയ്യാന്നുള്ളതും ചെയ്യാൻ എത്രയും ചെയ്യാൻ പറ്റും അത്രയും ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എങ്ങനെ വല്ല നാഷണൽ അവാർഡോ അങ്ങനത്തെ വല്ല സംഭവം കിട്ടുമെന്ന് എനിക്ക് ഉറപ്പൊന്നുമില്ല. പക്ഷേ നല്ല വല്ല റോൾ കിട്ടുകയാണെങ്കിൽ എന്തായാലും ചെയ്യും. രണ്ട് ഫീൽഡാണ്. ഒരെണ്ണം എന്ന് വെച്ചാൽ സെൽഫ് സർവീസാണ്, മറ്റേതെന്ന് വെച്ചാൽ ആൾക്കാരെ ചിരിപ്പിക്കണം, രസിപ്പിക്കണം. അതിൻ്റെതായ ഫോൾസും ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് രണ്ട് ഫീൽഡും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് എല്ലാവർക്കും കിട്ടുന്നൊരു ചാൻസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സത്യമായിട്ടും ഫിലിമിലേക്ക് പോകാമെന്ന് തന്നെ വെച്ചത്. സർട്ടിഫിക്കറ്റിൻ്റെ പേരിന് വേണ്ടി അല്ല പോകുന്നത്. എനിക്ക് ഇപ്പോഴും ചോദിച്ചാൽ എനിക്ക് ഫിലിം ഫീൽഡ് എന്ന് വെച്ചൊരു കരിയർ അല്ല. വേറെ എന്ത് ജോലി ആഗ്രഹം ചെയ്യണമെന്ന് വെച്ച് ചോദിച്ചാൽ ഞാൻ ഇപ്പോഴും ഡോക്ടറാണെന്നേ പറയത്തുള്ളൂ. അത് പക്ഷേ ഡോക്ടർ എന്ന് വെച്ചാൽ അതിൻ്റെ ശമ്പളം കൊണ്ടോ അതോ അത് കിട്ടുന്ന സൊസൈറ്റിയിൽ റെസ്പെക്ട് കൊണ്ടൊന്നുമല്ല. എനിക്കെന്തോ ഹോസ്പിറ്റലിൽ പോയി ഇങ്ങനെ ആൾക്കാരെ ഇത് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം മെഡിസിനിലേക്ക് എന്തെങ്കിലും കിട്ടിയാൽ പിന്നെ ഫിലിം ഫീൽഡിലേക്ക് കുറച്ച് നാളത്തേക്ക് എന്തായാലും തിരിച്ച് വരാൻ പറ്റത്തില്ല. ബിക്കോസ് പഠിക്കാൻ തന്നെ ആവശ്യത്തിന് കാണും. അപ്പോൾ അങ്ങനെ ഇൻ കേസ് മെഡിസിന് എന്തായാലും പോവുകയാണെങ്കിൽ ഫിലിം ഫീൽഡിൽ പിന്നെ കുറച്ച് നാളത്തേക്ക് എന്തായാലും മാറ്റി വെക്കും. സിനിമ എനിക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. ഞാൻ കുറേയൊക്കെ അവർ കട്ട് ചെയ്ത് മാറ്റിയിരുന്നു. അപ്പോൾ അതിൻ്റെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. ലൈക്ക് എൻ്റെ സീൻസ് അല്ലായിരുന്നു, സിനിമയുടെ എൻ്റെ സ്റ്റോറി വെച്ച് കംപ്ലീറ്റ് വെച്ച് നോക്കുവാണെങ്കിൽ അത് കുറേ കോമിക്കലായിട്ടും കുറേ സീൻസൊക്കെ മാറ്റി. പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഓൾറെഡി ഫിലിം 2 മണിക്കൂർ 20 മിനിറ്റ് എന്തോ. അപ്പം ഇനി അതെല്ലാം കൂടെ വെച്ചാൽ 4 മണിക്കൂറൊക്കെ ഫിലിം പോയെന്നെ. പിന്നെ എന്തായാലും കണ്ടത്തോളം അത്ര എനിക്ക് ഇഷ്ടപ്പെട്ടു. തിയേറ്റർ റെസ്പോൺസും നല്ലതായിരുന്നു. തിയേറ്ററൊക്കെ എല്ലാം ഫുള്ളായിരുന്നു. എൻ്റെ അഭിനയം ഞാൻ തന്നെ പറയുന്നത് ശരിയല്ലല്ലോ. എനിക്ക് കണ്ടപ്പോൾ എനിക്ക് ഈ സീൻ അങ്ങനെ ചെയ്യാമായിരുന്നു, ആ സീൻ ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ തോന്നി. 2-3 സീൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അതിപ്പം ആലോചിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒരു പ്രാവശ്യം കൂടി ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ തിരിച്ചു പോയി ചെയ്തന്നെ. അത്
കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചെയ്യേണ്ട ഒരു കോമഡിയുടെ ഒരു സീൻ ഉണ്ടായിരുന്നു. അത് ഞാൻ ക്യാമ്പിൻ്റെ സമയത്ത് ചെയ്തപ്പോഴത്തേക്കും അത് ശരിക്കും ചാമുണ്ടായിരുന്നു അതിന്. പക്ഷേ അത് ഷൂട്ടിൻ്റെ സമയത്ത് ചെയ്തപ്പോഴത്തേക്കും എന്തോ ആ സീൻ വിചാരിച്ചത്രയും വന്നില്ല. ഇല്ല, ഞാൻ ആക്ച്വലി ദുൽഖറും മമ്മൂക്കയുടെ മകനാന്ന് ഞാൻ അറിഞ്ഞത് സെക്കൻഡ് ഷോ ചെയ്ത സമയത്തായിരുന്നു. നേരത്തെ എനിക്ക് അറിയത്തില്ലായിരുന്നു മമ്മൂക്ക ഇങ്ങനത്തെ ഒരു മകൻ ഉണ്ടായിരുന്നത്. അപ്പോൾ ദുൽഖർ എന്ന് വെച്ചാൽ ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് ഞാൻ വലിയൊരു സംഭവമാണെന്ന് വെച്ചൊരു ഒന്നുമില്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ഞങ്ങളെല്ലാവരും കൂടി ഒരു കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ ആയിരുന്നു സെറ്റിൽ. അപ്പം ഭയങ്കര ക്ലോസ് ആയിരുന്നു എല്ലാവരും. അപ്പം പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ദുൽഖറിനെ എല്ലാവരും കമ്പയർ ചെയ്യുന്നത് മമ്മൂക്കനെ വെച്ച്. അതും ദുൽഖറിനും കുറച്ച് സങ്കടം വരുന്നുണ്ട്. ബിക്കോസ് മമ്മൂക്ക 30 വർഷം ഫീൽഡിൽ അഭിനയിച്ചാണ് ഇത്രയും വലിയൊരു പേര്. അപ്പം ദുൽഖറിന് അത് ഒരു ഫിലിം കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം ഞാൻ എപ്പോഴും എല്ലാവരും പറയും, ഇൻ്റർവ്യൂസിനോ നെറ്റിലൊക്കെ ഫാൻസൊക്കെ കുറേ പേര് ചോദിക്കുമ്പോൾ ഞാൻ പറയും കമ്പയർ ചെയ്യരുത്, ഇത് അവൻ്റെ ആദ്യത്തെ പാടാണ്. അപ്പോൾ ആദ്യത്തെ പാടത്തിന് വേണ്ടി അവൻ ശരിക്കും നല്ലതായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. കടലിൽ മായും വർണ്ണ സൂര്യൻ ദൂരെ, കരയിൽ നീ എൻ സ്വർണ്ണപ്പൂത്തിങ്കളായി, കാറ്റിൻ കൈകൾ മെല്ലെ തഴുകുന്നീതാ, തിരകൾ മെല്ലെ കാലിൽ പുണരുന്നീതാ. നേരം പോയെന്നാരോ കാതിൽ ചൊല്ലുന്നു, നാണം കണ്ടു നീ എൻ നെഞ്ചിൽ മെല്ലെ ചായുന്നു, കവളിൽ മെല്ലെ മെല്ലെ കൈവിരളറിയാനൊഴുകുന്നു, കാതിൽ മൗനമേതോ ഗാനം താനെ മൂളുന്നു. സ്വപ്നം പങ്കിടാൻ സ്നേഹം പൂവിടാൻ സ്വന്തം ജീവനിൽ തേടി നിന്നെ ഞാൻ. ഇപ്പം എല്ലാവരും എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് പടങ്ങളൊക്കെ കാണുന്നുണ്ട്, ഹിന്ദി പടം കാണുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് വെച്ചാൽ മലയാളം പടം മാത്രം കാണത്തുള്ളായിരുന്നു. അപ്പം അത് കാരണം എല്ലാവരുടെ വ്യൂസും തിങ്കിങ്ങും ഒക്കെ ഒത്തിരി ചേഞ്ച് ആയിട്ടുണ്ട്. ആൻഡ് ദാറ്റ്സ് ഗുഡ് ഇൻ എ വേ. അത് കാരണം കഴിഞ്ഞ വർഷം ട്രാഫിക്, ചാപ്പാക്കുരിശ് അങ്ങനത്തെ കുറേ പടങ്ങൾ വന്നു. അപ്പം മലയാള സിനിമയും ഏകദേശം ഒരു ചേഞ്ചിലേക്ക് പോവാണ്. അപ്പോൾ അത് നല്ല കാര്യമാണ്. അവർ ഇപ്പം കുറേയൊക്കെ ഇപ്പം വരുന്നത് മലയാളം ഫിലിം തന്നെ പോസ്റ്റേഴ്സ് തന്നെ കാണുമ്പോഴത്തേക്കും ഒരു ബോളിവുഡ് ഫിലിമിൻ്റെ ഫീലാണ്. ബാച്ചിലർ പാർട്ടി ആണെങ്കിലും ഉസ്താദ് ഹോട്ടലൊക്കെ ആണെങ്കിലും അവരുടെ പോസ്റ്റേഴ്സ് തന്നെ കണ്ടാൽ നമുക്കൊരു ഹിന്ദി പടം കാണാത്ത പോലത്തെ ഒരു ഫീലാണ്. അപ്പം അതെന്തായാലും നല്ലൊരു കാര്യമാണ്. ഞാൻ ഫേസ്ബുക്കിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഇങ്ങനെ ഫാൻസൊക്കെ. അപ്പോൾ ഇഷ്ടംപോലെ പേര് മെയിൽ അയക്കും, കമൻസ് ഒക്കെ എഴുതും. അപ്പം കുറേ പേര് ഹാഷാണ്, കുറേ പേര് ചില സെൻസ് ഇല്ലാത്ത കമൻസ് എഴുതും. അപ്പം ചിലർ സിനിമ കാണാതെ തന്നെ അതിനെ പ്രൊമോട്ട് ചെയ്തില്ല. അപ്പം ചിലർ എന്തോ ഏതോ സൈറ്റിൽ ഞാൻ വായിച്ചായിരുന്നു, പടം കൊള്ളത്തില്ല, വേറെ ഏതോ പടത്തിൻ്റെ കോപ്പിയാന്നൊക്കെ സെക്കൻഡ് ഷോ. അപ്പം ഞങ്ങളുടെ പടം എന്ന് വെച്ചാൽ ഒരു പടത്തിൻ്റെ കോപ്പി അല്ല, ഇതൊരു റിയൽ സ്റ്റോറി എടുത്ത് അവർ സിനിമ ആക്കിയിരിക്കുന്നതാണ്. അപ്പം അങ്ങനത്തെ കുറേ നെഗറ്റീവായിട്ട് കമൻസ് ഇഷ്ടംപോലെ വന്നിട്ടുണ്ട്. ചില പടങ്ങളൊക്കെ ഇംഗ്ലീഷ് ഫിലിംസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം അതിൻ്റെ സ്റ്റോറിയും ഞാൻ IFFK പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവിടെ 2-3 പടങ്ങളുണ്ടായിരുന്നു. അപ്പം ആ പടങ്ങളൊക്കെ എനിക്ക് ശരിക്കും ആഗ്രഹമുണ്ട് മലയാളത്തിലൊക്കെ ആരെങ്കിലും ഒന്ന് എടുക്കണമെന്ന്. ബിക്കോസ് അതിൻ്റെ സ്റ്റോറിയും ആ ക്യാരക്ടറൈസേഷനും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട്. പക്ഷെ അത് മലയാളത്തിൽ വരുമ്പം എത്രത്തോളം അത് അതുപോലെ തന്നെ ഇരിക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. ഐ മീൻ ഇപ്പോൾ കുറേ ഇറങ്ങിയ കുറേ പടങ്ങളൊക്കെ അത് ഏകദേശം ആ വഴി തന്നെ വന്നിട്ടുണ്ട്. പക്ഷേ അതും ചിലപ്പോൾ മലയാളം ഫിലിംസിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനായിരിക്കും അങ്ങനെ വരുന്നത്.
സത്യം പറഞ്ഞ ഉർമിളയല്ലേ ഹിന്ദിയിൽ അഭിനയിക്കുന്നത്. അപ്പം പുള്ളിക്കാരി ഇങ്ങനെ സൈക്കോട്ടിക് ആയിട്ട് റോൾസ് ഒക്കെ അഭിനയിക്കത്തില്ലേ, അതൊക്കെ കാണുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുമായിരുന്നു. പണ്ട് കൊച്ചിൽ എനിക്കൊന്നും അവരൊക്കെ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്ത്. അപ്പം അതെനിക്ക് ഭയങ്കര ഫോറിൻ ഫിലിംസ് ആയിട്ട് പറയാൻ പറ്റത്തില്ല, പക്ഷേ ഇവർ ചില സൈക്കോട്ടിക്കും വട്ടുപിടിച്ച റോളൊക്കെ അഭിനയിച്ച് ചെയ്യുമ്പോഴത്തേക്കും അത് എനിക്ക് ചെയ്യണമെന്ന് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇല്ല, ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് വേണം, അതില്ലെങ്കിൽ പെൺപിള്ളേർക്ക് സർവൈവ് ചെയ്യാൻ പറ്റൂല ഫിലിം ഫീൽഡിൽ. പക്ഷേ ക്യാരക്ടറിന് വേണ്ടി എനിക്ക് തോന്നുന്നു ലൈക്ക് അങ്ങനത്തെ ലിമിറ്റേഷൻസ് ഒന്നും വെക്കില്ല. എനിക്ക് സാധാരണ വെക്കുന്ന കോസ്റ്റ്യൂംസിൻ്റെ കാര്യത്തിലൊക്കെ എനിക്കിങ്ങനെ ഇത് വരുന്നത്, അല്ലാതെ എനിക്ക് വേറെ ക്യാരക്ടറിന് വേണ്ടി ടോട്ടലി മാറണമെങ്കിൽ തന്നെ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മേക്ക് ഓവർ ചെയ്യും. എന്നാലേ സിനിമ വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു എഫക്റ്റ് കാണത്തുള്ളൂ. അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ആമിർ ഖാനെയൊക്കെയാണ്. പുള്ളി ഗജനിയിലൊരു ലുക്കായിരുന്നു, രംഗ് ദേ ബസന്തി വന്നപ്പോഴത്തേക്കും വേറെ ലുക്കായിരുന്നു. അപ്പം ഓരോ പടത്തിനകത്തും ടോട്ടലി ക്യാരക്ടർ വൈസ് ആണെങ്കിലും ബോഡി ലാംഗ്വേജ് വെച്ചാണെങ്കിലും സംസാരിക്കുന്ന രീതിയിലാണെങ്കിലും ടോട്ടലി ഒരു മേക്ക് ഓവറാണ്. അപ്പം സാധാരണ പെമ്പിളാരെ വെച്ച് ലേഡി ആക്ട്രസസിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും അങ്ങനത്തെ ഒരു ചേഞ്ച് കാണാറില്ല. ബിക്കോസ് അവരെപ്പോഴും നോക്കി ഇങ്ങനത്തെ റോളാണെങ്കിൽ ഇങ്ങനെ അത് ചെയ്താൽ മതി എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് വെച്ചാണ് കൊടുക്കുന്നത്. പക്ഷേ ആണുങ്ങളെ എപ്പോഴും അവർ ഒരു സിനിമയിൽ ഇങ്ങനെയാണെങ്കിൽ മറ്റേ സിനിമ കാണുമ്പോഴത്തേക്കും ടോട്ടലി വേറെ ലുക്കിലും വേറെ ഫീലിലും വേറെ സ്വഭാവ രീതിയിലായിരിക്കും കാണുന്നത്. അപ്പോൾ അതെന്തോ പെമ്പിളാരെ ഇപ്പം ബോളിവുഡിൽ എന്തായാലും അത് മാറി തുടങ്ങിയിട്ടുണ്ട്. തമിഴിലെ കാര്യം എനിക്കറിയത്തില്ല, പക്ഷേ മലയാളത്തിൽ ഇപ്പോഴും അതുപോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റത്തില്ല. മേ ബി ഇവിടുത്തെ ആൾക്കാർ തിങ്ക് ചെയ്യുന്ന വഴിയായിരിക്കും, അവിടുത്തെ തിങ്ക് ചെയ്യുന്ന വഴിയാണ് എന്തോ എനിക്കറിയത്തില്ല. പക്ഷേ അത് സ്ഥിരമായിട്ട് കാണുന്നതാണ്. ബോളിവുഡിലെ തമിഴിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. മലയാളികൾ ആക്ട്രസസ് വന്ന് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവർക്കും കുറ്റവും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് കുറേ പ്രോബ്ലംസ് ഇങ്ങനെ വന്ന് തുടങ്ങിക്കോളും. പണ്ടത്തെ ആൾക്കാർക്ക് ചിലപ്പം കാണുമായിരിക്കും, പക്ഷെ പൊതുവെ ഇപ്പം എല്ലാവരും വെളിയിൽ പോയി പഠിക്കുന്നു. അപ്പം അങ്ങനെ ഇപ്പോഴത്തെ യൂത്തിന് എനിക്ക് തോന്നുന്നില്ല അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ടെന്ന്. ഇല്ല, ഇവിടെ മലയാളം ഫിലിംസ് തന്നെ ഇഷ്ടംപോലെ ഉണ്ട്, നല്ല പടങ്ങൾ. അപ്പം അങ്ങനെ പറയാൻ പറ്റത്തില്ല. ബട്ട് സ്റ്റോറി വൈസ് എന്ന് വെച്ചാൽ ഏത് ഫീൽഡാണ് എങ്ങനത്തെ സ്റ്റോറി എടുക്കുക ഒന്നും പറയാൻ പറ്റില്ല. ചിലപ്പം ഇനി മലയാളത്തിൽ തന്നെ ആയിരിക്കും നല്ല നല്ല കഥകൾ വരാൻ പോകുന്നത്. അപ്പം ഒന്നും കാണാതെ ഒന്നും പറയാതെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ സാധാരണ സ്റ്റോറിയും ഡയറക്ടറിനെ നോക്കിയാണ് ഫിലിം ചൂസ് ചെയ്യാറുള്ളത്. അപ്പം ചിലതൊക്കെ എന്നെ തന്നെ വന്ന് തേടി എത്തിയിട്ടുണ്ട്. പക്ഷേ സാധാരണ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ ഹീറോനെ ഒന്നും അങ്ങനെ നോക്കാറില്ല. അഭിനയിക്കാൻ പറ്റുന്ന ആളായിരിക്കും എന്തായാലും തീർച്ചയായിട്ടും എടുക്കും. പക്ഷേ സാധാരണ സ്റ്റോറിയും ഡയറക്ടറിനെയും നോക്കിയിട്ടാണ് ഇപ്പം എന്തായാലും കഥകളിൽ നോക്കുന്നത്. ഞാൻ വെളിയിൽ പഠിച്ചുകൊണ്ട് എനിക്ക് അങ്ങനത്തെ ഇവിടെ സാധാരണ ആൾക്കാർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്ന് വെച്ചാൽ പഠിത്തം കഴിഞ്ഞില്ലെങ്കിൽ ഉടനെ പിടിച്ച് കെട്ടിച്ചു വിടും. ലൈക്ക് പെമ്പിള്ളേരെ സെൽഫായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വിടത്തില്ല, അവരെ ഗ്രോ ചെയ്യാൻ സമ്മതിക്കത്തില്ല. ചില ആൾക്കാരൊക്കെ ഇപ്പോഴും പണ്ടത്തെ രീതിയിലാണ് ആലോചിച്ചിരിക്കുന്നത്, പെമ്പിള്ളേരെ അടുക്കള ജോലിക്ക് വേണ്ടി മാത്രം പറ്റിയതാണെന്നൊക്കെ. അപ്പം അത് ഒരു ലെവലിലേക്ക് ഇപ്പം മാറി തുടങ്ങുന്നുണ്ട്. ബിക്കോസ് ഇപ്പോൾ IT ഫീൽഡിലൊക്കെ ആണെങ്കിൽ കൂടുതൽ പെമ്പിള്ളേരാണ് ആമ്പിള്ളേരെ കാട്ടി ഉള്ളത്. അപ്പം അതൊരു ചേഞ്ചായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നു. ഒരു കണക്കിന് നല്ലതാണ്. ബിക്കോസ് ഇവിടുത്തെ പെമ്പിള്ളേർ തന്നെ പറയുവാണ് അവർക്ക് തന്നെ മനസ്സിലാകുന്നുണ്ട് എങ്ങനെയാണ് പോകേണ്ടത്, എങ്ങനെ അവരെ തന്നെ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആൽക്കഹോൾ ഡ്രിങ്കിങ്ങും സ്മോക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരാളുടെ സ്വന്തമായിട്ടുള്ള ഇഷ്ടമാണ്. അതിന് ഞാനൊരാളുടെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുള്ളി ചെയ്യാതിരിക്കുന്ന ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് അവർക്ക് ചെയ്യണം തോന്നുന്ന അത്യാവശ്യമാണെങ്കിൽ ചെയ്യും. ഞാൻ മെഡിക്കൽ ഫീൽഡ് ആയതുകൊണ്ട് എനിക്കിതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അത് കാരണം എല്ലാവരുടെയും സ്വന്തമായിട്ട് ഒപ്പീനിയൻസ് എല്ലാവർക്കും കാണും. പക്ഷേ സാധാരണ ഫ്രീഡം എന്ന് പറയുമ്പോഴത്തേക്കും ലൈക്ക് ഒരു രാത്രിയിൽ റോഡിൽ കൂടെ നടന്നു പോകണമെങ്കിൽ 2 ചെറുക്കന്മാർ വന്ന് എന്തെങ്കിലും ചെയ്തിട്ട്, അത് കാരണം പെമ്പിള്ളേർക്ക് ഒരു സമയം കഴിഞ്ഞാൽ രാത്രിയിൽ എങ്ങും പോകാൻ പറ്റത്തില്ല. അത് ആണെങ്കിൽ ഇപ്പം ട്രെയിനിൽ വെച്ചാണെങ്കിലും ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ല. എങ്ങും ഒറ്റയ്ക്ക് എവിടെ പോയാലും എല്ലാവർക്കും പേടിയാണ്, അയ്യോ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലെങ്കിൽ അയ്യോ എന്ത് പറ്റി. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലൊക്കെ ആയിരിക്കും ഫ്രീഡം എന്ന് ഉദ്ദേശിച്ച് ഇവർ പറയുന്നത്.
വെളിയിലത്തെ കൺട്രീസിലൊക്കെ നോക്കുവാണെങ്കിൽ ഇവിടെ അയ്യോ അങ്ങനെ പാടില്ല ഇങ്ങനെ പാടുന്നൊക്കെ ചെയ്യുന്ന അവിടെ എല്ലാവരും ഓപ്പൺ ആയിട്ടാണ് ചെയ്യുന്നത്. ഒരാളെ കെട്ടിപ്പിടിച്ചെന്ന് വെച്ചാൽ അത് വലിയ സംഭവമൊന്നുമല്ല. ഇവിടെ എന്ന് വെച്ചാൽ ഒരു ഫ്രണ്ട്സ് ഞാൻ തന്നെ ഒരു ചെറുക്കനെ ഹഗ് ചെയ്ത് ഇവിടെ നാട്ടുകാർ മൊത്തം അയ്യോ ആ കുട്ടി എന്തോ ചെയ്യുന്നതെന്ന് വെച്ച് എല്ലാവരും ചൂണ്ടാൻ തുടങ്ങും. അപ്പം പൊതുവെ ആൾക്കാരുടെ തിങ്കിങ് ആണ്. അപ്പം വെളിയിൽ എന്ന് വെച്ചാൽ എല്ലാം ഓപ്പണിലാണ്. അമേരിക്കയിലും ലണ്ടനിലൊക്കെ അങ്ങനെ ഒന്നും അത്രയ്ക്കും ഇല്ല. ബിക്കോസ് എല്ലാം ഓപ്പണിലാണ്. അപ്പം എന്ത് ചെയ്താലും പെമ്പിളാർ എന്ത് ചെയ്താലും ആരും ഒന്നും പറയത്തില്ല. പക്ഷെ ഇവിടെ ആണെങ്കിൽ എല്ലാം ഒരു കൺസർവേറ്റീവ് സൊസൈറ്റി പോലെ ആയിരിക്കും. അതായിരിക്കും എനിക്കൊരു കാരണം തോന്നിയിരിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും ജീവിക്കുന്ന അന്നത്തെ ഒരു ദിവസമാണ്. നാളെ മരിച്ചോ മറ്റന്നാൾ മരിച്ചോ നാളെ എന്താ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇന്ന് എത്ര മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുമോ അത്ര മാക്സിമം എൻജോയ് ചെയ്യാൻ അടുത്ത ദിവസം തുടങ്ങുന്നത്. എനിക്ക് അങ്ങനത്തെ ടെൻഷൻ തന്നെ ഒരു സംഭവമില്ല. എൻ്റെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവർ 19 വയസ്സ് 20 വയസ്സായപ്പോഴത്തേക്ക് അവർ കല്യാണം കഴിച്ചു പോയി. അവർക്ക് മുസ്ലിംസ് ആയിരുന്നു. അപ്പം അഗൈൻ സൊസൈറ്റിയുടെ തിങ്കിങ് ബേസിക്കലി ആൾക്കാരുടെ പ്രശ്നം എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എങ്ങനെ വിചാരിക്കും, ഇങ്ങനെ നിന്നില്ലെങ്കിൽ സൊസൈറ്റി ആൾക്കാർ എന്ത് വിചാരിക്കും. അപ്പം എൻ്റെന്ന് വെച്ചാൽ ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ നോക്കാറില്ല. എനിക്ക് ജീവിക്കേണ്ട രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ അമ്മയ്ക്ക് വെച്ചതും പ്രശ്നമില്ലെങ്കിൽ എന്നാൽ ഗോ ഓൺ ലിവിങ് ലൈക്ക് ദാറ്റ്. അപ്പം സൊസൈറ്റി എന്ത് പറയും, അവരിങ്ങനെ ചെയ്താൽ എങ്ങനെ ചിന്തിക്കുമെന്ന് വെച്ച് നോക്കിക്കൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് ജീവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതാണ് ഞാൻ സാധാരണ ആൾക്കാർ എന്ത് പറഞ്ഞാലും ഞാൻ അതിനെക്കുറിച്ച് ബോധരേറില്ല. എനിക്ക് ശരിയായിട്ട് തോന്നുകയാണെങ്കിലും അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കും ശരിയായിട്ട് തോന്നുകയാണെങ്കിൽ ഞാനത് ചെയ്യും. ഇല്ല, ഞാൻ ഭയങ്കര ബോൾഡാണ്. എന്താണെങ്കിലും നേരെ മുഖത്ത് വെച്ച് തന്നെ പറയും. അങ്ങനെ പതുക്കെ പുറകെ കൂടെ ഇങ്ങനെ ചെയ്ത് എന്നിട്ടോ ആൾക്കാരെ പറ്റിച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന സംഭവമില്ല. എനിക്കൊരു കാര്യം ഇഷ്ടമില്ലെങ്കിൽ ഞാൻ നേരിട്ട് തന്നെ പറയും എനിക്കിങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമല്ല. അപ്പം അങ്ങനെ നേരിട്ട് ഫേസ് ടു ഫേസ് കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് പൊതുവെ ആൾക്കാർക്ക് ആ സ്വഭാവം പിടിക്കാറില്ല. അപ്പം അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ചെന്ന് വീഴും. പക്ഷെ അല്ലാതെ എനിക്ക് ഇങ്ങനത്തെയാണ് പർട്ടിക്കുലർ ക്യാരക്ടർ എൻ്റെ പോകുന്നത്. മെഡിക്കൽ ഫീൽഡ് ഞാൻ ഇതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പം കോളേജിൽ കയറിയിട്ട് പഠിത്തമൊക്കെ തുടങ്ങുമ്പോഴത്തേക്കും എന്തായാലും അവിടെ എന്തായാലും എനിക്കറിയാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്തൊക്കെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. പക്ഷെ ആക്ടിങ് എന്ന് പറയുമ്പോൾ എൻ്റേതായ ഫീൽഡല്ല. എൻ്റെ വീട്ടിലാണെങ്കിലും അങ്ങനെ ആരും ഇല്ല. അപ്പച്ചി ഉണ്ടായിരുന്നു, അപ്പച്ചി കൊണ്ട് അഭിനയിക്കുകയാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ ആരും ഇല്ല ആക്ടിങ് ഉള്ള ഫീൽഡിൽ നിന്ന് ഇങ്ങനെയുള്ളത്. അപ്പം അതുകൊണ്ട് എനിക്കാണെങ്കിലും പണ്ട് സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും ഒരു ആഗ്രഹമില്ലായിരുന്നു. അപ്പം എൻ്റെന്ന് വെച്ചാൽ ആക്ടിങ്ങിൽ എത്രത്തോളം ഗ്രോ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഇതാണ്. അല്ലാതെ മെഡിക്കൽ ഫീൽഡിൽ വെച്ച് നോക്കുമ്പോൾ എനിക്കൊരു ഡൗട്ടും ഇല്ല. എനിക്കറിയാം ഇത്രയും പഠിച്ച് അടുത്ത് കയറി പോകും. അങ്ങനെ ആകും 5 വർഷം കഴിയുമ്പോൾ MBBS കഴിയും. പക്ഷെ ഫിലിം ഫീൽഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ ഫിലിമിലും വേറെ രീതിയിലാണ്. അപ്പം അതിൻ്റേതായ ഒരു ഡൗട്ടും പേടിയും ടെൻഷനൊക്കെ ഉണ്ട് എനിക്ക്.